ഇനി ചിക്കൻ കറി തയ്യാറാകുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. 750 ഗ്രാം ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് ചിക്കൻ പീസുകൾ അതിലേക്ക് ഇട്ട് ലൈറ്റായിട്ട് വറുത്തെടുക്കാം. ഓരോ സൈഡും 2 മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ലൈറ്റായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് അരമിനിറ്റ് ഇളക്കിയതിന് ശേഷം 3 സവാള കനം കുറച്ചരിഞ്ഞത്, ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി പാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. സവാള വഴണ്ടു വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം പാനിലേക്ക് ഇട്ട് പൊടികൾ മൂത്ത് വരുമ്പോൾ 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരുമ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ചിക്കൻ വേവാൻ ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 നുള്ളു ഗരം മസാലയും 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു പച്ചമുളക് നെടുകെ കീറി ചിക്കൻ കറിയുടെ മുകളിൽ വെച്ച് ഒരു 10 മിനിറ്റ് മൂടി വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ കറിക്ക്.